കൊല്ലം ഈരവിപുരത്തിന് സമീപത്തുള്ള സുരേഷ് ഗോപിയുടെ കുടുംബ വീടാണ് ഇത്. ഈ വീടിന്റെ അഡ്രസ്സിലാണ് സഹോദരൻ സുഭാഷ് ഗോപിയും ഒപ്പം തന്നെ ഭാര്യ റാണിക്കും വോട്ടുള്ളത്. അതായത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഈരവിപുരം നിയോജക മണ്ഡലത്തിൽ പെടുന്ന 84-ാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ടുള്ളത്. കാരണം അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ആ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുപേരെന്ന് പറയുന്നത് ലക്ഷ്മി എന്നാണ്. ഈ പേരിൽ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും വോട്ടുള്ളത്. 1114 ക്രമനമ്പർ എന്ന് പറയുന്നത് റാണിയുടെയും ഒപ്പം തന്നെ 1116 എന്ന് പറയുന്നതാണ് സുഭാഷ് ഗോപിയുടെയും ഈ കൊല്ലം ജില്ലയിലുള്ള വോട്ടർ പട്ടികയിൽ അവരുടെ വോട്ടെന്ന് പറയുന്നത്. ഈ സുഭാഷ് ഗോപിയുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയായിട്ട് അമ്മയുടെ പേരിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത് ജ്ഞാനലക്ഷ്മി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സഹോദരൻ തന്നെയാണെന്നുള്ളതിന്റെ ഒരു കൃത്യമായ തെളിവിതാണ്. അടുത്തുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു വർഷം ആകുന്നതേ ഉള്ളൂ. അതുവരെ ഇവിടെ കൃത്യമായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നിലവിൽ വീട്ടിൽ ആരും തന്നെ ഇല്ല, വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ വരെ ആളുണ്ടായിരുന്നു. അതായത് ഇവിടെ സ്ഥിരതാമസമായിട്ടുണ്ടായിരുന്ന ആളുകളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് അവിടെ വോട്ട് മാറ്റിയെന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇനി നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. കൂടുതൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് 11 പേർക്കായിരുന്നു ഇത്തരത്തിൽ തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയത്. അതിൽപ്പെട്ടവരാണ് ഈ രണ്ടുപേരും. എന്തായാലും അവരുടെ പേരുകൾ ഈ കൊല്ലം ജില്ലയിലെ വോട്ടർ പട്ടികയിലും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് സുഭാഷ് ഗോപിയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം പരിശോധിച്ചാൽ പോരെ എന്നുള്ള രീതിയിലുള്ള മറുപടി മാത്രമായിരുന്നു ലഭിച്ചത്. എന്തായാലും അന്വേഷണങ്ങൾ കൃത്യമായി നടക്കുക തന്നെ വേണം. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.